ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ഉത്രാടനാളിനെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ചില ഫലങ്ങളെക്കുറിച്ചും 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഉത്രാടനാളുകാർ കുടുംബത്തിൽ പിറക്കുന്നത് സുഹൃതമത്രേ. ശ്രാദ്ധാദേവിയുടെയും പിതൃക്കളുടെയും അനുഗ്രഹമാണിത്. ശുദ്ധവായു പോലെ നിർദോഷികളായിരിക്കും ഇവർ. മറ്റു പല നക്ഷത്രക്കാരും മാന്യതയും മര്യാദയും നന്മയുമൊക്കെ പഠിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നുമാകാം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഉത്രാട നക്ഷത്ര ജാതർ. അവരിൽ ജന്മനാ തന്നെ ഇതെല്ലാം ഉണ്ട്. ഒന്നും എവിടെ നിന്നും കേട്ടറിയേണ്ടതോ കണ്ടറിയേണ്ടതോ കൊണ്ടറിയേണ്ടതോ ആയില്ല. ഉത്രാടനാളുകാർ പൂമുഖത്തിരിക്കുന്ന കാരണവരെ പോലെ ഐശ്വര്യമുള്ളവരായിരിക്കും. ഉത്രാടം 1-ാം പാദം ധനുരാശിയിലും 2, 3, 4 പാദങ്ങൾ മകരൻ രാശിയിലുമാണ് വരുന്നത്. അതിനാൽ ഈ രണ്ടു രാശിക്കാരുടെയും സ്വഭാവം ഇവരിൽ കാണാൻ കഴിയും. സുനിൽ ഗാവസ്കർ, ബാലചന്ദ്ര മേനോൻ, KJ യേശുദാസ്, ഇന്ദിരാഗാന്ധി, ഇബ്രഹാം ലിങ്കൻ ഇവരൊക്കെ ഉത്രാടനാളിൽ ജനിച്ച പ്രഗത്ഭരിൽ ചിലരാണ്. ഉത്തമമെന്ന നക്ഷത്ര വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം. അതുപോലെ തന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന വിഭാഗത്തിൽ ധർമ്മം എന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം. ധർമ്മത്തിന് കടമ, കർത്തവ്യം, ദാനശീലം, ഉത്തരവാദിത്തം, പലതരം അർത്ഥങ്ങളുണ്ട്. ഇവയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഉത്രാടനാളുകാർ നിർവഹിക്കുന്നു. സൗമ്യമായ മുഖഭാവം, പ്രസന്നത, മൃദുലമായ സംഭാഷണ ശൈലി, കുലീനത തോന്നിക്കുന്ന ആകൃതി, ഉചിതവും ലളിതവുമായ വേഷവിധാനം, ബുദ്ധിശക്തി, സംസ്കാര സമ്പത്ത്, അങ്ങനെ അടിതൊട്ട് മുടിവരെ മാന്യതയുടെ ആൾരൂപങ്ങളാണിവർ. അതിനാൽ ഇവർക്ക് ഏതു രംഗത്തും ഒരു മാന്യത സമ്പാദിച്ചു കൊടുക്കുന്നു. എവിടെ ചെന്നാലും ഇവർ ഒരു പ്രധാന സ്ഥാനം കിട്ടും. ഇവരുടെ വാക്കുകൾ കേൾക്കാനും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ആളുകളുണ്ടാവും. ഇവർക്ക് അഗാധമായ പിതൃഭക്തി, മാതൃഭക്തി, ഗുരുഭക്തി, ഈശ്വരഭക്തി എന്നിവരുണ്ടാവും. മാന്യത, മര്യാദ, മനഃശുദ്ധി ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായ 3 മകാരങ്ങളാണ്. ഉത്രാടനാളുകാരുടെ മുഖത്തോ അരയിലോ ഒരു മറുകടയാളമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മായാത്ത അടയാളങ്ങളോ കണ്ടേക്കാം. വലിയ നെറ്റിത്തടം, ഉറഞ്ഞ തലമുടി, ഉപ്പൂറ്റ് ഉള്ളിലേക്ക് വളഞ്ഞ് ഒതുങ്ങിയ കാലുകൾ എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. ശാസ്ത്രങ്ങളെ അറിയുന്നവരും നല്ല ബുദ്ധിവൈഭവവും ദാനശീലവും സജ്ജനങ്ങളോട് സ്നേഹബഹുമാനാദികൾ പുലർത്തുന്നവരുമായിരിക്കും. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന തോന്നലാകും ഇവരെക്കുറിച്ച് പൊതുജനങ്ങൾക്കുണ്ടാകുക. പിൽക്കാലത്ത് നേട്ടം കൊയ്യുന്നവർ, അജയർ, അന്തിമ വിജയം നേടുന്നവർ ഒക്കെയായിരിക്കും ഇവർ. പതുക്കെ തുടങ്ങുന്നവരാണെങ്കിലും അന്തിമ വിജയം ഇവർക്കായിരിക്കും. അസുരന്മാരുടെ മേൽ ദേവന്മാർ അന്തിമ വിജയം നേടിയത് ഉത്രാടനാളിലാണെന്ന് പറയുന്നു. വളഞ്ഞ വഴി യാത്രയിൽ മാത്രമല്ല ജീവിതത്തിലും വേണ്ടെന്ന് വയ്ക്കുന്നവരായിരിക്കും ഇവർ. കൃത്രിമമില്ലാതെ സ്ത്രീകളോടും കുട്ടികളോടും പുരുഷന്മാരോടും മുതിർന്നവരോടും അതുപോലെ തന്നെ സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും മുന്നിൽ നിൽക്കുന്നവരോടും ഇവർ ഒരേപോലെ പൊതുവെ പെരുമാറാൻ ഇവർക്ക് കഴിയും. ഇവർ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ശത്രുവിനെ തുരുത്തുന്ന കാര്യമായാൽ പോലും അതിൽ നന്മയുടെ പരാഗരേണുക്കൾ കലർന്നിരിക്കും. ക്രൂരതയ്ക്ക് വേണ്ടി ക്രൂരത എന്നത് ഇവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒന്നാണ്. ഉപദേശങ്ങൾ നൽകാനും കൂടെയുള്ളവരെ നേർവഴിക്ക് കൊണ്ടുവരാനും ഇവർ ആശ്രാന്ത പരിശ്രമം നടത്തും. ഇവർ അതിൽ വിജയിക്കുകയും ചെയ്യും. അഥവാ ഇനി വിജയിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരും അതിൽ വിജയിക്കാനും പോകുന്നില്ല. ന്യായത്തിൻ്റെ പക്ഷത്തു മാത്രമേ ഇവർ എന്നും നിൽക്കൂ. കാര്യങ്ങളുടെ 2 വശവും ചിന്തിച്ച് ഏറ്റെടുക്കുന്ന ജോലികൾ നന്നായി ചെയ്യും. അവയിൽ ന്യായവും നീതിയും ഉറപ്പുവരുത്തും. പക്ഷേ ഇവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഇവർക്ക് കിട്ടില്ല. ഇവരുടെ ബാല്യകൗമാരങ്ങൾ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ജീവിതത്തിൻ്റെ ആദ്യ പകുതി വളരെ ക്ലേശങ്ങളും കഷ്ടതകളും നിറഞ്ഞതായിരിക്കും. ചെറുപ്പത്തിലെ തന്നെ പല ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. മധ്യവയസ്സ് മുതൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. പിൽക്കാലത്ത് തോൽക്കാത്തവർ, പിൽക്കാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ ഒക്കെയായി ഇവർ മാറും. കുടുംബസ്നേഹികളെന്ന് ഉത്തരവാദിത്വത്തോടെ ഇവരെ വിശേഷിപ്പിക്കാം. ഭാര്യപുത്രാദികൾ ഇവരുടെ ദൗർബല്യമാണ്. അവർക്ക് വേണ്ടി എന്തു ത്യാഗവും ഇവർ സഹിക്കും. ഭാര്യാധർമ്മം, പുത്രധർമ്മം, ദയാധർമ്മം എല്ലാം ഇവർ ഭംഗിയായി നിർവഹിക്കും. എന്നാൽ ഇതിൻ്റെയൊന്നും ഫലം ഒന്നും അത്ര തൃപ്തികരമായി ഇവർക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഇവർക്ക് സ്വയം പ്രദർശന വസ്തുവാകുന്ന സ്വഭാവമില്ലാത്തതുകൊണ്ട് പലപ്പോഴും തൊട്ട് ഉരുമിയിരുന്നാലും ഉത്രാടനാളിൻ്റെ മഹിമ ആരും അറിയണമെന്നില്ല.
എന്നാൽ സന്ദർഭവും സാഹചര്യവും വരുമ്പോൾ അവരുടെ മഹിമ എല്ലാവരും അറിയുന്നു. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഗുണം മനുഷ്യഗുണമാണല്ലോ. ആ സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ പകരുന്നവരാണ് ഉത്രാടനാളുകാർ. ഉത്രാടനാളുകാർ അത്ര സമർത്ഥരായ വിദ്യാർത്ഥികളാവണമെന്നില്ല. എന്നാൽ ഒരു ചെറിയ ശതമാനം ഇതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടേക്കാം. പഠനത്തിൽ ശരാശരി നിലവാരം സൂക്ഷിക്കുന്നവരാണിവർ. കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും നേടാൻ കഴിയൂ. വാക്സ്ഥാനം വിദ്യാസ്ഥാനമായ 2-ാം ഇടം ശനിയുടെ രാശിയാണ്. വ്യാഴത്തിൻ്റെ നീചസ്ഥാനവുമാണ്. 4-ാം ഇടം ബുധൻ്റെ നീചസ്ഥാനവുമാണ്. ഇങ്ങനെ ഇവരുടെ വിദ്യാസ്ഥാനവുമായി ബന്ധമുള്ള രാശികളിൽ ഗ്രഹങ്ങൾക്ക് നീചം സംഭവിക്കുന്നതിനാൽ ലക്ഷ്യത്തിലെത്താനും ഉയർന്ന വിജയം നേടാനും ഇവർ ആശ്രാന്ത പരിശ്രമം നടത്തേണ്ടതായി വരും. അധ്യാപനം, വൈദ്യം, നേത്രചികിത്സ, ബാങ്കിങ്, IT, ഊർജ്ജതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദങ്ങൾ സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ നീതിന്യായനിർവഹണത്തിലും മനോവിജ്ഞാനം, ആഭ്യന്തരം എന്നീ തൊഴിൽ രംഗത്തും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ നേടാൻ കഴിയും. ഉത്രാട നക്ഷത്ര ജാതരായ ധനുക്കൂറുകാർക്ക് യാത്രകളോട് പ്രത്യേകമായ ആഭിമുഖ്യമൊന്നും ഉണ്ടാകില്ല. പുതിയ കാഴ്ചകൾ, പുതിയ ലോകം, പുതിയ മനുഷ്യർ ഇവയൊന്നും അത്ര ആകർഷണീയമായിരിക്കില്ല ഇവർക്ക്. എന്നാൽ മകരക്കൂറുകാരായ ഉത്രാടനാളുകാർക്ക് യാത്രകളോട് വലിയ താല്പര്യമായിരിക്കും. കറങ്ങി നടക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവരുമായിരിക്കും. കാടാറുമാസം നാടാറുമാസം എന്ന ചിന്താഗതിക്കാരായിരിക്കും. ധനുരാശിക്കാരായ ഉത്രാടനാളുകാരുടെ നാളിൽ പാപഗ്രഹങ്ങളിൽ നിന്നാൽ തുടകളെയും മകരക്കൂറുകാരുടെ മുട്ടുകളെയും പല രോഗങ്ങൾ ബാധിച്ചേക്കാം. വാത, കഫം പൊതുവെ ഉത്രാടനാളുകാരെ പിടികൂടുന്ന രോഗങ്ങളാണ്. അതുപോലെ തന്നെ അർശസ്, വയറു സംബന്ധമായ രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ ഇവരെ ബാധിച്ചേക്കാം. ഉത്രാടനാളുകാരുടെ പിതാവ് നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയും ആദരണീയനുമായിരിക്കും. തറവാടു മഹിമയുമുണ്ടാവും. അമ്മയും പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗവും സാത്വികമായ ചിട്ടവട്ടങ്ങളുമുള്ളവളുമായിരിക്കും. പാചകകലയിൽ വിദഗ്ധയും ഗ്രഹത്തിന് നാഥയുമായിരിക്കും. ഉത്രാടനാളുകാരുടെ സാഹോദര്യ ബന്ധം വളരെ ഊഷ്മളവും സ്നേഹപൂർണവുമായിരിക്കും. ധനുക്കൂറുകാരായ ഉത്രാടനാളുകാരുടെ മക്കൾ അധികാരമുള്ള പദവിയിലെത്തുന്നവരും മകരക്കൂറുകാരുടെ മക്കൾ കലാരംഗവുമായി കീർത്തി നേടുന്നവരുമായിരിക്കും. അനുരഞ്ജന ജീവിതം വ്രതമാക്കി എടുത്തിട്ടുള്ളവരാണ് ഇവർ. ആയതിനാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമായിരിക്കും. സ്വാഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ഇവർക്കറിയില്ല. സ്നേഹലോലുപരും മനുഷ്യപ്പറ്റുള്ളവരുമായതിനാൽ ദാമ്പത്യ ജീവിതം വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ധനുക്കൂറുകാരുടെ ജീവിത പങ്കാളി പഠിപ്പും ആശയവിനിമയ ശേഷിയുള്ളവളും ബുദ്ധിശക്തി ഉള്ളവളുമായിരിക്കും. മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളി സൗന്ദര്യമുള്ളവരും മൃദുശീലരും മനസ്സ് ഇടയ്ക്കിടെ സന്തോഷവും സന്താപങ്ങളിലേക്കും പോകുന്നവരുമായിരിക്കും. എന്നാൽ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ മടിയുള്ളവരും അതിന് കാരണം ഇവരുടെ ചില സമയത്തുള്ള ഈഗോയും വാശിയുമായിരിക്കും. അത് ഭർത്താവിൻ്റെ കാലശേഷം അതോർത്തവർ ദുഃഖിക്കുന്നവരുമായിരിക്കും. ഉത്രാടനാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചില ഫലങ്ങളെ കൂടി പറയേണ്ടതുണ്ട്. ഉത്രാട നക്ഷത്ര ജാതരായ സ്ത്രീകൾ മനോഹരികളും സൽകീർത്തി നേടുന്നവരും എല്ലാവരോടും സ്നേഹഭാവത്തോടെ പെരുമാറുന്നവരും പലതരത്തിലുള്ള സമ്പത്തും നിക്ഷേപങ്ങളും ഉള്ളവളുമായിരിക്കും. കുടുംബത്തിൽ മാത്രമല്ല ചുറ്റുപാടുകളിലും കർമ്മഗുണത്താൽ പ്രാധാന്യം കൈവരിക്കും. വിശാലമായ നെറ്റി, അഗ്രമൽപ്പം ഉയർന്ന മൂക്ക്, ചൈതന്യമുള്ള കണ്ണുകൾ, നിരപ്പും വെണ്മയുമുള്ള പല്ലുകൾ, പ്രസന്നമായ മുഖഭാഗം, ഭംഗി കുറഞ്ഞ തലമുടി ഇവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. ഭൂരിപക്ഷം പേരും സന്ദർഭമോ ആവശ്യവും നോക്കാതെ ചില സന്ദർഭങ്ങളിൽ എന്തും പറഞ്ഞു കളയുന്നവരും ഷാഠ്യബുദ്ധികളും ആയിരിക്കും. താൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന പക്ഷക്കാരുമായിരിക്കും. അതായത് തണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഇവർക്ക്. എന്തും സഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകുമെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റം മറ്റാരിൽ നിന്നുണ്ടായാൽ അവരത് പൊറുക്കില്ല. ഭർത്താവിന് അനുകൂലയും നല്ല പാതിയെന്ന വിശേഷണവും അന്വർത്ഥമാക്കുന്നവളാവും ഇവൾ. സൽസന്താനയോഗം, ഈശ്വരാധീനം, സൽകീർത്തി മുതലായവും ഉത്രാടനാളുകാരായ സ്ത്രീകൾക്ക് അനുഭവസിദ്ധമായിരിക്കും. ഉത്രാടനാളിൻ്റെ നക്ഷത്രമൃഗം കാളയും പക്ഷി കോഴിയും വൃക്ഷം പ്ലാവും മനുഷ്യഗണവും പുരുഷയോനിയും ഭൂതം വായുവും ദേവത വിശ്വദേവതകളുമാണ്. പക്ഷി മൃഗവൃക്ഷാദികളെ നശിപ്പിക്കാതെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ്. വിശ്വദേവതകൾ ദക്ഷപ്രജാപതിയുടെ മകളായ വിശ്വയുടെയും ധർമ്മത്തിൻ്റെയും സന്തതികളാണ്. വിശ്വദേവതകൾ ലോകക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ്.
വിശ്വദേവതകളുടെ പേരുകൾ വസു, സത്യൻ, ക്രതു, ദക്ഷൻ, കാലൻ, കാമൻ, കുരു, പുരുരസവ്, മാദ്രവാസസ് എന്നിങ്ങനെയാണ്. ഓം വിശ്വോ ദേവേഭ്യോ നമ എന്ന മന്ത്രം നിത്യവും ഒരു നിശ്ചിത സംഖ്യ കാലത്തും വൈകിട്ടും ജപിക്കുന്നത് ഉത്തമമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതകളായതിനാൽ ഈശ്വരവിശ്വാസവും ഹൃദയവിശാലതയും ഉള്ളവരായിരിക്കും. വൈദിക കർമ്മങ്ങളിലും ആചാരങ്ങളിലും താൽപ്പര്യമുള്ളവരും ആ രംഗത്ത് കഴിവ് തെളിയിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. ഉത്രാടം നാളിൽ ജനിച്ച മറ്റൊരു ഉത്രാടം നാളുകാരുമായി ഒരുമിച്ച് പോകാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സമ്മിശ്രങ്ങളായ അനുഭവങ്ങളുമുണ്ടാകും. 2024 ഓഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം കൊണ്ടും അത്ര തൃപ്തികരമായി കാണുന്നില്ല. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് വന്നേക്കാം. മാനസികമായ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും അനുഭവപ്പെട്ടേക്കാം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലേർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 2024 സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിൽ രംഗത്തുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശമനം വന്നേക്കാം. വസ്തു സംബന്ധമായ ഇടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. മനസ്സ് അത്ര തൃപ്തികരമായിരിക്കില്ല, എന്നാൽ കുടുംബാന്തരീക്ഷം സ്വസ്ഥമായി കാണുന്നു. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിലാളികൾക്ക് സ്ഥലം മാറ്റത്തിനോ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ സാധ്യമായേക്കും. ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് പോകാനുള്ള സാഹചര്യം ഒത്തുവന്നേക്കാം. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോലിക്കായി അപേക്ഷ അയച്ച് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം കാണുന്നു. ബിസിനസ്സുകാർക്കും ചെറുകിട കച്ചവടക്കാർക്കും സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. 2024 ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. ജീവനക്കാർക്ക് സ്ഥാനചലനത്തിനോ ശിക്ഷണ നടപടികളെയോ നേരിടേണ്ടായി വന്നേക്കാം, പ്രത്യേകിച്ചും പട്ടാളം, പോലീസ് എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അതിനാൽ ശ്രദ്ധയോടുകൂടി മാത്രം കാര്യങ്ങളിൽ ഇടപെടുക. വലിയ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നവരും വാഹനം കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും. ഉത്രാടം ധനുക്കൂറുകാർക്ക് ഞായർ, വ്യാഴം, ചൊവ്വ എന്നിവയും മകരക്കൂറുകാർക്ക് ശനി, ബുധൻ, വെള്ളിയും എന്നിവ ഉത്തമ ദിനങ്ങളാണ്. ധനുക്കൂറുകാർക്ക് കിഴക്കും മകരക്കൂറുകാർക്ക് തെക്കും ഉത്തമ ദിക്കുകളാണ്. 2, 6, 9, 12, 15, 18, 21, 24, 27 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.